ഇന്നത്തെ വാർത്താ പകലിൽ അവസാനം വന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് MLA മാറ്റി. CPIM-ന്റെ നിർദ്ദേശപ്രകാരമാണ് മുകേഷിനെ മാറ്റിയിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ അടക്കം ബാക്കിയുള്ള 9 ആളുകളും സമിതിയിൽ തുടരും എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. സലീം, എപ്പോഴാണ് ഈ തീരുമാനം വന്നത്? ഗവൺമെൻറ് അവസാനം തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? നേരത്തെ തന്നെ മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് പുറത്താക്കും എന്നൊരു തീരുമാനം സർക്കാർ എടുത്തിരുന്നു. അതിന് പിന്നാലെ പാർട്ടി സെക്രട്ടറി തന്നെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നടപടി വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഫിലിം അക്കാദമിയുടെ ചെയർമാനായി പ്രേംകുമാർ എന്ന് ചുമതലയേറ്റ് അതിനുശേഷം ആ ദിവസം തന്നെ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. നേരത്തെ ഈ മുകേഷിനെ ഒഴിവാക്കാത്തതിന് പറഞ്ഞ ന്യായീകരണം സിനിമാ നയരൂപീകരണ സമിതി അപ്പാടെ പുനഃസംഘടിപ്പിക്കാനുള്ളൊരു ആലോചന സർക്കാരിനുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി ഒഴിവാക്കുന്നതിന് പകരം അത് പുനഃസംഘടിപ്പിച്ചാൽ കുറച്ചുകൂടി നന്നാവുമെന്നൊരു തീരുമാനത്തിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയത്. പക്ഷേ തൽക്കാലം അത് വേണ്ട. കാരണം സിനിമാ നയരൂപീകരണ സമിതിയിലെ ഈ സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള ചർച്ചകൾ വളരെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ സമിതി ഒന്നാകെ പുനഃസംഘടിപ്പിക്കുന്നത് അത്ര കണ്ട് ഗുണകരമാവില്ല എന്നൊരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ സിനിമാ നയരൂപീകരണ സമിതി പുനഃസംഘടിപ്പിക്കാത്തത്. പകരം നിലവിലുള്ള അതേ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുകേഷിനെ മാത്രം ഒഴിവാക്കുകയാണ്. നേരത്തെ ബി ഉണ്ണികൃഷ്ണനെ കൂടി നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നിരുന്നു. അങ്ങനെ പരാതിയും സർക്കാരിന് മേൽ വരികയും ചെയ്തിരുന്നു. എന്നാൽ ആ പരാതി സർക്കാർ ആ നിലയിൽ ഗൗരവത്തോടുകൂടി കണ്ടിട്ടില്ല. നിലവിൽ മുകേഷിനെ മാത്രം, അതും ആരോപണ വിധേയൻ എന്ന നിലയിൽ ആരോപണ വിധേയനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി വളരെ വൈകാതെ തന്നെ ഈ സമിതിയുടെ യോഗം ചേരുകയും അതിനുശേഷം സിനിമാ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. നിലവിൽ അത് നവംബർ 24 എന്നൊരു തീയതി എടുത്തെങ്കിലും ആ ദിവസം നടക്കില്ല എന്നതിലേക്ക് പിന്നീട് ആ ചർച്ച പോയിരുന്നു. വളരെ വേഗത്തിൽ തന്നെ സിനിമാ നയരൂപീകരണത്തിന്റെ ഒരു കരട് രൂപീകരിക്കാനും അതിന് പിന്നാലെ കോൺക്ലേവ് സംഘടിപ്പിക്കാനുമുള്ള ഒരുക്കത്തിലാണ് ഇനി ചലച്ചിത്ര അക്കാദമി ഉള്ളത്. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.